രാഹുൽ, ഞാൻ പറഞ്ഞത് താങ്കൾ എത്ര ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വെളിയിൽ നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചായ ഊതി ഊതി കുടിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നപ്പോൾ താങ്കൾ അകത്തായിരുന്നില്ലേ? താങ്കൾക്ക് നന്നാവാനുള്ള സമയം നന്മയ്ക്ക് വേണ്ടി പോരാടി ജയിലിൽ പോകുന്നത് എനിക്ക് അഭിമാനമാണ്. സത്യത്തിന് വേണ്ടി പോരാടി പോകുന്നതിൽ അഭിമാനമാണ്. ഇനിയും കിടക്കാൻ റെഡിയാണ്. ഒരു വരി താങ്കൾ ഇതല്ലല്ലോ പറഞ്ഞോട്ടെ, ഒരു വാദം തീർത്തോട്ടെ, ഒരു പോയിന്റ് സബ്മിറ്റ് ചെയ്തോട്ടെ, ഒരു പോയിന്റ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എനിക്ക് കാത്തിരിക്കേണ്ടി വരില്ല. കാരണം ഒരു സ്ത്രീയും പുരുഷ കമ്മീഷന് പകരം പീഡകരുടെ കമ്മീഷൻ എങ്ങാനുമാക്കി മാറ്റുന്നതായിരിക്കും നല്ലത് താങ്കളുടെ സംഘടനയുടെ പേരിൽ. എന്തെങ്കിലും ഒരു സ്ത്രീ ഒരാവശ്യം ഇല്ലാണ്ട് വെറുതെ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമോ? അവരുടെ വയറ്റിലുണ്ടായ ഭ്രൂണം ആരുടേതാണെന്ന് DNA പരിശോധനയുണ്ട്. ഇനി അത് വന്നാലും കോടതി പറയട്ടെന്ന് രാഹുൽ പറയുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു കാര്യവുമില്ലാതെ വർഷങ്ങളോളം നമ്മൾ വേട്ടയാടിയ ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി ഈ ചർച്ചയിൽ ഉന്നയിക്കണമെങ്കിൽ നാണം വേണമല്ലോ രാഹുലെ, നാണം. രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇനിയെങ്കിലും ഈ ന്യായീകരണ പരിപാടി നിർത്തുവോ? രാഹുലിന് വേണ്ടിയുള്ള പരിപാടി. രേണുകാജി, 2 പോയിന്റ്. നമ്മുടെ നിയമ സംവിധാനത്തിന്റെയും ലോക നിയമ സംവിധാനത്തിന്റെയും അടിസ്ഥാനം പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്നൊരു കാര്യമാണ്. അതായത് എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നത് വരെ ആ വ്യക്തി നിരപരാധിയാണെന്നുള്ളതാണ് ഇന്ത്യൻ നിയമത്തിന്റെയും ലോക നിയമത്തിന്റെയും അടിസ്ഥാനം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 ദിവസം വെയിറ്റ് ചെയ്താൽ മതി. കോടതിയുടെ ഒബ്സർവേഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വരും. ഇനി അതിലൊരു തീരുമാനമാകുന്നത് വരെ മിണ്ടാതിരിക്കാം. ഈ വിഷയത്തിൽ അനുകൂലിക്കേണ്ടെന്നൊരു തീരുമാനം എടുക്കാമല്ലോ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട എന്താ? കോടതിയുടെ നിരീക്ഷണങ്ങൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്തൂടെ? ആത്യന്തികമായ വിധിയൊന്നും വരണ്ട. കോടതിയുടെ പ്രാഥമിക നിരീക്ഷണങ്ങൾ എന്താണ്? ഉദാഹരണം, കഴിഞ്ഞ 2 കേസുകളിൽ, വിശേഷ 2ാമത്തെ കേസിൽ കോടതി പരാതിക്കുമേൽ സംശയം പ്രകടിപ്പിച്ചു. രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമല്ല, കോടതിയുടെ അഭിപ്രായമാണ്. ആദ്യത്തെ പരാതിയിൽ കോടതി പറഞ്ഞു, ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പീഡനമെന്ന ആരോപണം ഇപ്പോൾ നിലനിൽക്കില്ല. ഇത് രണ്ടുമാണ്. ഓർക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ കേസിൽ ജാമ്യം നിഷേധിച്ച വനിതാ ജഡ്ജിയുടെ വിധിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം നിഷേധിച്ചു, നിർബന്ധിത ഗർഭചിത്രം നിലനിൽക്കുമെന്ന് പറഞ്ഞു. എന്നാൽ കോടതി പറഞ്ഞു പീഡനാരോപണം ഈ അവസരത്തിൽ രാഹുൽ ഇത് ന്യായീകരിക്കാൻ തന്നെയാണോ തീരുമാനം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. അതിപ്പോ രാഹുലിന് വേണ്ടി, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് വേണ്ടി രാഹുൽ ഈശ്വർ വാദിക്കാൻ തന്നെയാണ് തീരുമാനം അല്ലെ? ഇത് സത്യം പറയുകയല്ല. അല്ല, രാഹുൽ ഈ പറഞ്ഞ ന്യായീകരണം വെച്ചിട്ടാണെങ്കിൽ കോടതി ഇനി ഒരു തീരുമാനമാകുന്നത് വരെ ഞാൻ ന്യായീകരിക്കുന്നില്ല. കാരണം 3 പരാതി വന്നല്ലോ, അതുകൊണ്ട് ന്യായീകരിക്കുന്നില്ല എന്ന് വെക്കാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് കോടതി വിധി പറഞ്ഞതല്ലേ? നമ്മൾ പ്രൊപ്പഗാൻഡയിൽ പോയിട്ട് കാര്യമുണ്ടോ? രാഹുലിന് അനുകൂലമോ രാഹുലിന് എതിരോ ആയ പ്രൊപ്പഗാൻഡയിൽ പോയിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട കോടതിയുടെ റിട്ടൺ വെർഡിക്റ്റിന്റെ ഭാഗമായി വന്ന കാര്യങ്ങളാണ്. എന്ത് വിധി പറഞ്ഞു? ജാമ്യാപേക്ഷ പോലും പരിഗണിച്ചിട്ടില്ല, അറസ്റ്റ് തടഞ്ഞിട്ടല്ലേ ഉള്ളൂ. കേസിലെ കാര്യമാണ്. അറസ്റ്റ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ തടഞ്ഞിട്ടല്ലേ ഉള്ളൂ. അല്ല, ആദ്യത്തെ 2 കേസുകളിൽ ആദ്യത്തെ കേസിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ല. ഇത് കോടതിയുടെ ഫൈൻഡിംഗ്. വിശദമായ പരിശോധനയൊന്നും അതിൽ നടന്നിട്ടില്ലല്ലോ രാഹുൽ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോളൂ. രാഹുലിന്റെ ന്യായമൊക്കെ എനിക്കറിയാം. ഞാൻ ചോദിച്ചത് രാഹുൽ ഒറ്റ വാക്കിൽ, കുറച്ച് സമയമല്ലേ ഞങ്ങളുടെ കൂടെ ഉള്ളൂ. ഈ 3ാമതൊരു പരാതി വന്ന നിലയ്ക്ക് ഈ വാദിക്കലിന്റെ ശക്തി അല്പം കുറയ്ക്കാൻ പോലും രാഹുൽ തീരുമാനിച്ചിട്ടില്ല. ആൾക്കാരല്ലേ കേട്ടോ, മാമനോടൊന്നും തോന്നല്ലേ? എന്തുകൊണ്ടാണ് രാഹുൽ ന്യായീകരിക്കുന്നത്? എന്താണ് ഇപ്പോഴും അയാളെ ന്യായീകരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ചോദിച്ചോട്ടെ. അല്ല, എന്താ അറിയാമോ, രേണുക മാഡത്തിന് എന്താണ് അയാളെ കരിവാരിത്തേക്കാൻ ആഗ്രഹം? അതിജീവിതമാരുടെ പരാതി കേൾക്കുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീ വെറുതെ വന്ന് പറയുമോ രാഹുൽ ഇമാതിരി കാര്യങ്ങൾ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? പരാതിയാണെന്ന് എവിടെ പറഞ്ഞു? പരാതിയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ അല്ലാതെ എങ്ങനെ ശരിയാണെന്ന് പരാതിയാണെന്ന് ആര് പറഞ്ഞു? കോടതി പറയട്ടെ. പരാതി ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു സ്ത്രീ ഒരാവശ്യം ഇല്ലാണ്ട് വെറുതെ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമോ? അവരുടെ വയറ്റിലുണ്ടായ ഭ്രൂണം ആരുടേതാണെന്ന് DNA പരിശോധനയുണ്ട്. ഇനി അത് വന്നാലും കോടതി പറയട്ടെന്ന് രാഹുൽ പറയുമെന്ന് എനിക്കറിയത്തില്ല. ശരി, അങ്ങനെ ഒരു കാര്യവുമില്ലാതെ വർഷങ്ങളോളം നമ്മൾ വേട്ടയാടിയ ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി ഈ ചർച്ചയിൽ ഉന്നയിക്കണമെങ്കിൽ നാണം വേണമല്ലോ രാഹുലെ, നാണം. ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. ഉമ്മൻചാണ്ടിയുടെ പേര് ഉന്നയിക്കാൻ നാണം വേണമെന്ന് ഞാൻ രേണുകാജിയോട് ചോദിച്ചോട്ടെ. രേണുകാജി ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്തിരുന്നു. നോക്കൂ രാഹുൽ, രേണുകാജി ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയപ്പോൾ ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു കുട്ടികളെ വയറ്റിലുണ്ടാക്കി
നൽകിയിരിക്കുന്നത്. മാഡം, ആ തെളിവുണ്ടെന്ന് വാലിഡേറ്റ് ചെയ്യേണ്ടത് കോടതിയല്ലേ? കോടതി അതായത് validate ഈ ചെയ്യട്ടെ. എന്തായാലും പെൺകുട്ടി- കോടതിയുടെ തീരുമാനം വരെ എനിക്ക് കാത്തിരിക്കേണ്ടി വരില്ല. കാരണം ഒരു സ്ത്രീയും മാഡം, 2 ഇമാതിരി ദിവസമല്ലേ പരാതികൾ എടുക്കൂ? കോടതിയുടെ വെറുതെ കൊടുക്കുമെന്ന് പ്രഥമ ഞാൻ ദൃഷ്ട്യാ വിശ്വസിക്കുന്നില്ല. observations രാഹുൽ ആവില്ലേ? ഒരൊറ്റ കാര്യം, പുരുഷ കമ്മീഷന് പകരം പീഡകരുടെ കമ്മീഷൻ എന്നെങ്ങാനുമാക്കി മാറ്റുന്നതായിരിക്കും നല്ലത് താങ്കളുടെ സംഘടനയുടെ പേര്. പീഡന ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാനുള്ള കമ്മീഷൻ വേണ്ടേ നമുക്ക്? ഇനിയും അതായത് ഇതാണ് നിലപാടെങ്കിൽ ഞാൻ ചെറിയൊരു കാര്യം ഇനിയും ചോദിച്ചോട്ടെ. ഇതാണ് നിലപാടെങ്കിൽ രാഹുലിന്റെ കമ്മീഷന്റെ പേര് പീഡകരുടെ കമ്മീഷൻ എന്നാക്കണം. എന്റെ കമ്മീഷൻ അല്ല, കേരള നിയമസഭ പരിഗണിക്കുന്ന 246 നമ്പർ ബിൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് മുമ്പോട്ട് വെച്ച കേരള പുരുഷ കമ്മീഷൻ ബില്ലാണിത്. രാഹുൽ കേരളത്തിലെ പുരുഷന്മാർക്ക് അപമാനമാണ് ഇങ്ങനെ പറയുന്ന മാഡം, ഒരാളുടെ കേരളത്തിലെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കും കമ്മീഷൻ അപമാനമാണ് വരുന്നത്. വ്യാജ പരാതി ഇങ്ങനെയുള്ളവർക്ക് ആണെങ്കിൽ കമ്മീഷൻ അത് വരുന്നത് കോടതി പറഞ്ഞാൽ മതി. കേരളത്തിലെ ഞാൻ ഒരു പോയിന്റ് വെച്ചോട്ടെ, ഈ വാദത്തിനിടെ ഒരു പോയിന്റ് വെച്ചോട്ടെ. അയ്യന്റെ മോനെ, നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനം പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഒബ്സർവേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഉമ്മൻചാണ്ടി സാറിന്റെ കേസ് നമ്മൾ കണ്ടു, നിവിൻ പോളിയുടെ കേസ് കണ്ടു. അങ്ങനെ ആകണമെന്നില്ല ഈ കേസ്. രാഹുൽ തെറ്റുകാരനാകാം, കുറ്റക്കാരനാകാം, രാഹുലിന് അതിശക്തമായ ശിക്ഷ വിധിച്ചേക്കാം. പക്ഷേ കോടതിയുടെ പ്രഥമ നിരീക്ഷണങ്ങൾ വരുന്നത് വരെ നമ്മൾ ക്ഷമ കാണിക്കണമെന്ന് പറയുന്നത് പീഡകരെ സപ്പോർട്ട് ചെയ്യാനാണോ? കാര്യം മുമ്പും പലർക്കെതിരെയും പരാതി വന്നിട്ട് ശരിയായിട്ടുണ്ട് തെറ്റായിട്ടുണ്ട്. 3 പരാതികൾ എങ്ങനെയാണ് ഒരേപോലെ 3 സ്ത്രീകളെ സ്നേഹം നടിച്ച് വഞ്ചിച്ച് അവർക്ക് കുട്ടികളെ ഉണ്ടാക്കി അവരെ ഗർഭചിത്രം വരുത്തിയെന്ന് തെളിയിക്കുന്ന പരാതികളാണ്. രാഹുൽ ഈ 3ലും ഒതുങ്ങില്ല. അതിജീവിതമാരോട് സംസാരിക്കുമ്പോൾ അറിയാം, ഈ 3ലും ഒതുങ്ങില്ല കാര്യങ്ങൾ. സ്വാഭാവികം. ഒരു കാര്യം ചോദിച്ചോട്ടെ, രേണുക മാഡം കോടതി അലക്ഷ്യമല്ലേ ചെയ്യുന്നത്? കാര്യം രണ്ടാമത്തെ പരാതിയിൽ കോടതി സംശയം പ്രകടിപ്പിച്ചതല്ലേ? അപ്പൊ കോടതി പറയുന്നതിനെ നമ്മൾ ലംഘിക്കുകയാണോ? താങ്കളല്ലേ അതിജീവിതമാരുടെ ഞാൻ ചോദിച്ചത്, ഞാൻ പറഞ്ഞത് കോടതി വിധിയല്ലേ? നടപടികൾ നേരിട്ടത് താങ്കളാണ്. താങ്കൾ ഇതുവരെ പാഠം പഠിച്ചില്ലല്ലോ രാഹുൽ. രാഹുൽ, ഞാൻ പറഞ്ഞത് താങ്കൾ എത്ര ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വെളിയിൽ നിൽക്കുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ ചായ ഊതി ഊതി കുടിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നപ്പോൾ താങ്കൾ അകത്തായിരുന്നില്ലേ? താങ്കൾക്ക് നന്നാവാനുള്ള സമയം കിട്ടിയതാണ്. നന്മയ്ക്ക് വേണ്ടി പോരാടി ജയിലിൽ പോകുന്നത് എനിക്ക് അഭിമാനമാണ്. സത്യത്തിന് വേണ്ടി പോരാടി പോകുന്നതിൽ അഭിമാനമാണ്. ഇനിയും കിടക്കാൻ റെഡിയാണ്. ഒരു വരി പറഞ്ഞോട്ടെ, താങ്കൾ ഇതല്ലല്ലോ രാഹുൽ പറഞ്ഞോട്ടെ, ഒരു വാദം തീർത്തോട്ടെ, ഒരു പോയിന്റ് സബ്മിറ്റ് ചെയ്തോട്ടെ, ഒരു പോയിന്റ്. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. പറഞ്ഞോട്ടെ, ഒരു വാദം തീർത്തോട്ടെ, ഒരു പോയിന്റ് സബ്മിറ്റ് ചെയ്തോട്ടെ, ഒരു പോയിന്റ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു എന്നെ തൊഴിൽ പോയില്ലേ. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ.